ഈ രണ്ട് ലുക്കും റെഡി ടു ഡിസ്പാച്ച് ആണ് കേട്ടോ. നമുക്ക് രണ്ട് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയിൽ കുറച്ചൊരു ഓഫ് ടോണിൽ വന്നിരിക്കുന്ന സാരി സിൽക്കി കോട്ടയിലാണ്. ആൻഡ് അതിനകത്ത് നല്ല രസമുള്ള കോമ്പിനേഷൻസിൽ റെഡ്, മെറൂൺ ആൻഡ് ടോൺസ് ഓഫ് ഗ്രീനിലാണ്. ഒരു ചെറി ലീവ്സിൻ്റെയും ഫ്ലോറൽസിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ലുക്കാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. രണ്ടിനകത്തും ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബോഡി ഫുള്ള് കുഞ്ഞു ഫ്ലോറൽസും ആൻഡ് ബോർഡറിൽ ഫ്ലോറൽ ബഞ്ചസ് ആയിട്ടുള്ള ഒരു ലുക്കും റണ്ണിങ്ങിൽ തന്നെ വന്ന ബ്ലൗസും ആണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. 2199 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. ദിസ് ഈസ് റെഡി ടു ഡിസ്പാച്ച് ആൻഡ് നമ്മൾ സ്റ്റോഴ്സിലും വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദീസ് പീസസ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഗിഫ്റ്റിങ്ങിനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. ആൻഡ് BLD 863 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ലുക്ക്. അപ്പോൾ ഇതിനകത്ത് കുഞ്ഞു ഫ്ലോറൽസ് ബോഡിയിലും ബോർഡറിൽ ഫ്ലോറൽ ബഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലൗസ് റണ്ണിങ്ങിൽ സോളിഡ് ആണ് കേട്ടോ. സോ ഹൗ ദിസ് ഇസ് ഗോയിങ് ടു കം, ഇത് ഫുൾ ബോഡിയിൽ കുഞ്ഞും വലുതുമായിട്ടുള്ള ഫ്ലോറൽസിൻ്റെ ഒരു സ്കാറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടിൻ്റെ അകത്തും മുട്ടിന് താഴോട്ടാണ് ലോവർ പ്ലീറ്റ്സിൻ്റെ അവിടെ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ആൻഡ് ദിസ് റിംഗ് ലേസസ് അറ്റാച്ച്ഡ് ടു ഫിനിഷ് ദി എഡ്ജസ്. BLD 862 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 2499 റേഞ്ചിലാണ്. എന്നിപ്പോൾ വർക്ക് കൂടുന്നതിൻ്റെ ആയിട്ടുള്ള കോസ്റ്റിംഗ് വേരിയേഷൻസ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് വന്നിട്ട് സോളിഡ്, നല്ല രസമുള്ള കോമ്പിനേഷൻസുമാണ്. ഇത് നമുക്ക് ആ ഒരു ക്രിസ്മസ് സ്പിരിറ്റിൽ വൈറ്റ് വേണ്ട, നമുക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡ്സ് പൊതുവേ നമ്മളുടെ സ്കിൻ ടോൺ വെച്ചിട്ട് വൈറ്റും ഓഫ് വൈറ്റും നമുക്ക് ചേരാറുള്ളത്. അപ്പോൾ ഓഫ് വൈറ്റ് എനിക്ക് പൊതുവേ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ടോണാണ്. അങ്ങനെ അതേപോലെ തന്നെ വാം അണ്ടർ ടോൺസ് ഉള്ളവർക്ക് യു മൈറ്റ് ലുക്ക് ഗുഡ് അല്ലെങ്കിൽ ബെറ്റർ വിത്ത് ഓഫ് വൈറ്റ് ടോൺസ്. BLD 863 and 862 which is ready to dispatch. ഫെസ്റ്റീവ് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കളക്ഷനാണ് കേട്ടോ. ഇറ്റ്സ് ലൈക്ക് ഓൾ ഒക്കേഷണൽ വെയർ. ഞാൻ ആദ്യം ഒരു വയലറ്റ്സിൻ്റെ ടോണാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ഡിസൈൻ കോമ്പിനേഷൻസ് ഉണ്ട്. ഞാൻ എടുത്തിരിക്കുന്നതും ഈ ഒരു പിങ്ക് ആൻഡ് ബ്യൂട്ടിഫുൾ റെഡ്. അപ്പോൾ ഇതെല്ലാം നമുക്കിതൊരു നമ്മൾ നല്ല പട്ടിൻ്റെ റെഡ് എന്നൊക്കെ പറയത്തില്ലേ, ട്രഡീഷണൽ കളർ, വെരി എന്താ പറയുക സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡുമാണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തൊന്ന് കാണാം. ഭയങ്കര റേഞ്ചസ് ഒന്നും വരുന്നില്ല കേട്ടോ. ഒരു 299 അങ്ങനെയുള്ള റേഞ്ചസിനകത്താണ് കൂടുതലും വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഡിസൈൻ വേരിയേഷൻ വെച്ചിട്ട്, ഇപ്പോൾ ഇതിപ്പോൾ 3199 ആണ്. ഡിസൈൻ വേരിയേഷൻ വെച്ചിട്ട് സ്ലൈറ്റ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് വേരിയേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പീച്ച് ടോണാണ്. അത് ഇറ്റ്സ് മോർ ലൈക്ക് എ വെരി സോഫ്റ്റ് കോറൽ ടോണിൻ്റെ കൂടെ ഒരു പിങ്ക് ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ്. ആൻഡ് അതിനകത്ത് സാറ്റിൻ ബോർഡേഴ്സ് ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ചന്തേരി ഫിനിഷിംഗ് ആണ് കേട്ടോ. മെറ്റീരിയൽ വന്നിരിക്കുന്നത് സെമി സിൽക്ക് സാരീസ് ആണ്. ആൻഡ് വി ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ 2-ply ലുക്കിൽ വന്നിട്ടുള്ള സെറി ബോർഡർ വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള ബൂട്ടാസ് ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ബോഡിയിൽ ട്രഡീഷണൽ ഗോപി ഡിസൈൻസിൻ്റെ ഒരു ലുക്ക്. ഗോപി അല്ല, അതൊരു ഫ്ലോറൽ ബനാറസിയുടെ ഒക്കെ ഒരു ട്രഡീഷണൽ പാറ്റേൺ ആണ്. ബനാറസിയിൽ കൂടുതലായിട്ടും കാണുന്ന പാറ്റേൺസിലാണ് അതിൻ്റെ ബോർഡേഴ്സിലൊക്കെ വന്നിരിക്കുന്ന മോട്ടീവ്സും ചെയ്തേക്കുന്നത്. പല്ലു ആൻഡ് ബ്ലൗസ് ഇസ് സെയിം ലുക്ക്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. ഇതുപോലെ ഞാനിപ്പോൾ പെയർ ചെയ്തിരിക്കുന്നത് വേറെയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെയും പല്ലുവിൻ്റെയും പാറ്റേൺ വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാനിപ്പോൾ നോക്കട്ടെ. ഇത് 3199 ആണ്. NN 159 എന്ന കോഡിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ അടുത്തൊരു ഷെയ്ഡാണ് ഇത് വരിക. സോ ദിസ് ഇസ് ഓൾസോ ഹാവിങ് സ്ലൈറ്റ് വേരിയേഷൻ. ഇതിനകത്ത് ഗോപി ഡിസൈനാണ്. ആൻഡ് ബോർഡറിൽ വന്നിരിക്കുന്ന മോട്ടീഫ് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഒരു ഡയമണ്ട് ഡിസൈൻസിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും കോമ്പിനേഷനാണ്. പ്ലസൻ്റ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ. ലെറ്റ്സ് സീ ദി ഓൾ സാരി. ഞാൻ എഴുന്നേറ്റ് നിന്ന് തന്നെ കാണിക്കാം കേട്ടോ. ഇത് വെയിറ്റ് ഒന്നും ഇല്ല, ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമുള്ള സാരീസാണ്. ആണ് എൻ്റെ ലുക്ക്. 3199 ആണ് വരുന്നത് കേട്ടോ. ഇതാണ് നല്ലൊരു പ്ലസൻറ്റ് പിങ്ക് അല്ലേ, നല്ലൊരു ഒരു എന്താ പറയുക ഒരു ഭംഗിയുള്ള ഒരു പിങ്കാണ്. അത് ഭയങ്കര ബേബി ടോൺ അല്ല, കുറച്ചും കൂടി ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. സ്ലൈറ്റ് ഷെയ്ഡ് ഓഫ് അനിയൻ പിങ്ക് അങ്ങനത്തെ ഉള്ളൊരു ഷെയ്ഡാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസും പല്ലുവും ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ പാറ്റേൺ വരുന്നത്. കോമ്പിനേഷൻ ഇങ്ങനെ ഇരിക്കും.
ഭയങ്കര ഒരു ഗ്രാൻഡ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ആൻഡ് ദെൻ വി ഹാവ് അതിൻ്റെ തന്നെ റെഡാണ് ഈ ഒരു ലുക്ക് വരുന്നത്. വാവ് ആയിരിക്കട്ടെ, അത് കൊടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഡേ ഫങ്ഷന് എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടുതലും ഒരു ഡേ ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ഡിസൈൻസാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ റെഡിൻ്റെ ലുക്ക് വരുന്നത്. വാവ്, ഭയങ്കര രസമുള്ള റെഡ് ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് ഇനി വരുന്ന 3 ഷെയ്ഡ്സ് ഉണ്ടല്ലോ, ഇത് ലൈക്ക് സ്ലൈറ്റ് വേരിയേഷൻസ് ഓരോ കളറിൻ്റെ അത് ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് ഓൾ വയലറ്റ് പേർപ്പിൾ അങ്ങനത്തെ ഉള്ളത്. ഇത് കുറച്ചും കൂടി ഒരു ബ്ലൂ കുറഞ്ഞ് വയലറ്റ് കൂടുതലായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ 3 ഒന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ വേറെ കളേഴ്സ് ആക്ച്വലി ലാവൻഡർ പോലെയൊക്കെയുള്ള ഷെയ്ഡ്സിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പല്ലു പാറ്റേൺ നല്ല രസമാണ് കേട്ടോ. ഫുൾ പേസ്ലിയിലാണത് ചെയ്തേക്കുന്നത്. ബ്ലൗസും അതുപോലെ തന്നെ ഫുൾ കുഞ്ഞു കുഞ്ഞു പേസ്ലിയുടെ ഒരു പാറ്റേണാണ്. വെരി പ്രിട്ടി. ഇതാണ് എൻ്റെ ലുക്ക്. ഇതിനകത്ത് ആ ഒരു സാറ്റിൻ ബോർഡറിനകത്ത് ഒരു വീവിങ് പാറ്റേൺ വരുന്നില്ല. ദിസ് ഇസ് ലൈക്ക് എ സിൽവറി ലൈറ്റ് ഗോൾഡ് ഷെയ്ഡിലാണ് അതിൻ്റെ സറി വീവിങ് വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡേഴ്സ് വന്നിട്ടുള്ളത് പേസ്ലി ലുക്കിലാണ്. ദിസ് ഇസ് വൺ ലുക്ക്. ആൻഡ് ദെൻ വി ഹാവ് ദ വൺ ഐ എം വെയറിങ്. അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ വന്നിരിക്കുന്ന വയലറ്റാണ് ഇത് വരിക. ആൻഡ് ഇതിൻ്റെയും പല്ലുവും ബ്ലൗസും നമുക്കൊന്ന് നോക്കാം. ഇതാണ് എൻ്റെ പാറ്റേൺ. ഞാൻ ഉടുത്തിരിക്കുന്ന അതേ പാറ്റേൺ. ഇറ്റ് ഈസ് സെയിം, ജസ്റ്റ് ഒരു കളർ വേരിയേഷൻ മാത്രമായിട്ട് വന്നത്. പിന്നെ ഇത് പവലൂമാണ്. അപ്പം ഇൻസൈഡ് ഓഫ് ദ സാരി ഈസ് ഗോയിങ് ടു ലുക്ക് ലൈക്ക് ദിസ്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ഇസ് ഗോട്ട് എ ബോർഡർ. അപ്പോൾ ബോർഡേഴ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് സെറിയിൽ തന്നെ ബോർഡേഴ്സ് ചെയ്തേക്കുന്ന ഒരു ലുക്കാണിത്. ആൻഡ് ദിസ് ഇസ് ഹൗ it's going to come out. ഇത് ആ ഒരു ലൈറ്റ് സിൽവറി ഗോൾഡൻ ഷെയ്ഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ബോർഡേഴ്സ് അത് കൊടുത്തിട്ടുള്ള പിക്ചേഴ്സും കൂടി നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ടോണാണ്. വാവ്, എനിക്ക് ഇങ്ങനത്തെ ബോർഡേഴ്സ് ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ല രസമായിട്ടത് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മളുടെ കത്താൻ സിൽക്സിൻ്റെ അകത്തൊക്കെ ഇതേ സ്റ്റൈലിൽ വന്നിട്ടുള്ള ലുക്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അതെന്ന് കഴിഞ്ഞാൽ പ്യുവർ റേഞ്ചസ് ആണ്. അപ്പോൾ ഇറ്റ് വിൽ ബി അറൗണ്ട് എനിവേ ഡെഫിനറ്റ്ലി അബവ് 11,000 13 അങ്ങനെയുള്ള റേഞ്ചസിനകത്തൊക്കെ ഇതേപോലെയുള്ള ഡിസൈൻസ് ഒക്കെ വരാറുണ്ട്. സോ ദിസ് ഈസ് ആക്ച്വലി സംതിങ് ദാറ്റ് യു വുഡൻറ്റ് ഈവൻ ഫിഗർ ഔട്ട്. നമ്മളത് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നമ്മൾ ഗസ് ചെയ്യില്ല. നല്ല രസമുള്ള സാരീസാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് ഈസ് ഓൾസോ 3199. അപ്പോൾ 3199 ആണ്, 299 അല്ല, 3199 റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരീസ്. ചന്തേരി ഫിനിഷിനകത്താണ്, സെമി സിൽക്കാണ്. ആൻഡ് വി ഹാവ് ബനാറസി പാറ്റേൺസ് ഇൻ ഡിഫറെൻറ്റ് ലുക്സ് ആൻഡ് കളേഴ്സ്. ചെക്ക് ഇറ്റ് ഔട്ട്. ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ്, ഒരു യെല്ലോ ടിൻറ്റഡ് ആണ്. പക്ഷേ അത് ഒരു ടിഷ്യൂവിൻ്റെ ഫീല് വന്നിരിക്കുന്ന 2 സാരിയാണ് കേട്ടോ. ടിഷ്യൂ അല്ല, ഒരു കളർ കാരണമാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ആൻഡ് അതിനകത്ത് ഒന്ന് ഒരു ബോർഡർ, കോൺട്രാസ്റ്റ് ബോർഡർ ലുക്കാണ് വന്നിരിക്കുന്നത്. അതൊരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കോൺട്രാസ്റ്റ് ബോർഡർ. നമുക്കൊരു ലൈറ്റ് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സെറി വീവിങ്ങാണ് വന്നിരിക്കുന്നത്. ബ്രോഡ് ബോർഡേഴ്സാണ്. ഡയമണ്ട് ഡിസൈൻസ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ബോഡി ഫുള്ള് ഫ്ലോറൽ ഡീറ്റെയിലിങ്, ഒരു ഡയഗണൽ പ്ലേസ്മെൻറ്റിനകത്താണ് വന്നിരിക്കുന്നത്. 19,499 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ. അതിൻ്റെ പല്ലുവിൻ്റെ ലുക്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഡയമണ്ട് പാറ്റേൺസിൻ്റെയും ആ ഒരു ബോർഡറിൻ്റെ പോലെയുള്ള സിമിലർ ആയിട്ടുള്ള ടേണിങ് ബോർഡറിൻ്റെയൊക്കെ ഫിനിഷിങ്ങിന് സിമിലർ ആയിട്ടുള്ള പാറ്റേൺസിന് ചക്ര ഡിസൈൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അതിൻ്റെ പല്ലുവിൽ വന്നിരിക്കുന്നത്. പല്ലു ഡബിൾ ഷെയ്ഡാണ്. ബോർഡറും പല്ലുവും ബ്ലൗസും ഡബിൾ ഷെയ്ഡാണ്. ഒരു ക്രീം ഷെയ്ഡിൻ്റെ കൂടെ ഈ ഒരു ബ്രൈറ്റായിട്ട് നിൽക്കുന്ന, ശരിക്കും അത് ആക്ച്വലി ഒരു ഗ്രീൻ ടിൻറ്റഡ് ബ്ലൂ ഷെയ്ഡാണ്. 2 ടോണും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ടീലിൻ്റെ ഒരു ഫീലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഡയമണ്ട് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസാണ് അതിനകത്ത് വെയർ ചെയ്തിരിക്കുന്ന കോമ്പിനേഷൻ. ആൻഡ് നെക്സ്റ്റ് ലുക്ക് ഇതുപോലെ തന്നെ
ഭംഗിയുള്ള ഒരു ലുക്കാണ്. ഇതും പെട്ടെന്ന് ദൂരെ നിന്ന് കാണുമ്പോൾ ഫുൾ ഗോൾഡൻ ടിഷ്യൂവിൻ്റെ ഒരു ഫീലാണ് വന്നിരിക്കുന്നത്. ഇത് സിംഗിൾ കളറിൽ വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ. ബോഡി ഫുള്ള് കുഞ്ഞു മോട്ടീവ്സ് ആണ്. ആൻഡ് ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. ഫുൾ ഡയഗണൽ വീവിങ് പാറ്റേണിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ. ദിസ് ഇസ് ദി പല്ലു. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ലൈറ്റ് ഗോൾഡൻ ടിഷ്യൂവിൻ്റെ ഫീലാണ് വരിക. ആൻഡ് ബ്ലൗസിൻ്റെ പാറ്റേൺ ഇസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. നമ്മൾ യൂഷ്വലി കാണുന്ന പാറ്റേൺസിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഒരു ജോമെട്രിക് ലുക്കിൽ നമുക്ക് ഒരു കാറ്റാടി പോലെയൊക്കെയാണ് ശരിക്കും. ഇങ്ങനെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കാറ്റാടികൾ ഇങ്ങനെ അടുത്ത് വെച്ചേക്കുന്ന പോലത്തെ ഉള്ളൊരു ഫീലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ SMEയുടെ കോഡ്സിൽ വന്നിരിക്കുന്ന 2 ഡിഫറെൻറ്റ് ലുക്കിൽ വരുന്ന സാരി. ഒരേ സെയിം ബേസ് കളറാണ്, പക്ഷേ രണ്ടിനും കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ്. കാഞ്ചീപുരം ബ്രൈഡൽ സാരി ആൻഡ് പ്യുവർ സിൽക്കിൻ്റെ അകത്ത് ഹാൻഡ് വോൺ ആയിട്ട് വന്നിരിക്കുന്ന സാരി.